ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നാഷണൽ ഹെൽത്ത് മിഷൻ കൊല്ലം ഡിസ്ട്രിക്റ്റിൻ ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻ ഫോർ ദി പോസ്റ്റ് ഓഫ് ദി ഫോളോയിങ് കാറ്റഗറീസ് ഓൺ കോൺടാക്ട് ബേസ്ഡ് ആണ് പറയുന്നത്. അപ്പോൾ കോൺടാക്ട് ബേസ്ഡ് നാഷണൽ ഹെൽത്ത് മിഷനിലേക്ക് വന്നിരിക്കുന്ന കുറച്ച് വേക്കൻസിയാണ്. ഇതിന്റെ ഡേറ്റ് വരുന്നത് 30/4/2025 സ്റ്റാർട്ടിംഗ് ഡേറ്റ്. ഇതിന്റെ വന്നിരിക്കുന്ന വേക്കൻസി RBSK നേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ക്വാളിഫിക്കേഷൻ SLC JPHN കോഴ്സ് ഫോർ ഗവൺമെന്റ് ഓർ ഗവൺമെന്റ് അക്രഡിറ്റഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ വാലിഡ് കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ വേണം. എക്സ്പീരിയൻസ് പറയുന്ന 1 year എക്സ്പീരിയൻസ് പോസ്റ്റ് ഓഫ് ദി ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 40 year ആണ് പറയുന്നത്. അതിന്റെ പേയ്മെന്റ് പറയുന്നത് 17,000 രൂപയാണ്. അടുത്തത് വന്നിരിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് ആണ്. ഇതിന്റെ ക്വാളിഫിക്കേഷൻ GNM ആണ് പറഞ്ഞിരിക്കുന്നത്. BSc നേഴ്സിംഗ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്വാളിഫിക്കേഷൻ ഉള്ളവർ അപേക്ഷിക്കുക. 1 year പോസ്റ്റ് എക്സ്പീരിയൻസ് അവർ പറയുന്നുണ്ട്. ഇതിന് 20,000 രൂപയാണ് സാലറി വരുന്നത്. അതിനും 40 year വരെയാണ് ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് എക്കണോമിസ്റ്റ് ആണ്. അതിന്റെ വേക്കൻസി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിന് MSc സുവോളജി വിത്ത് എംപ്ലോയി ആസ് വൺ ഓഫ് ദി സബ്ജക്ട്. അതിന് മിനിമം 2 year എക്സ്പീരിയൻസ് വേണം. ഇതിന്റെ സാലറി 30,000 രൂപ, ഏജ് ലിമിറ്റ് 40 ആണ്. അടുത്തത് ഫിലമോണിസ്റ്റ് ആണ്. അപ്പം ഇതിന്റെ വേക്കൻസിയും താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം ഒട്ടേറെ വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. അപ്പം ഇതെല്ലാം വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പറ്റുന്നതെല്ലാം അപേക്ഷിക്കുക. കുറെ വേക്കൻസി മെഡിക്കൽ വിഭാഗത്തിലേക്ക് വന്നിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ വന്നിട്ടുണ്ട്. അതിന് 78,000 രൂപയാണ് പറയുന്നത് സാലറി. ക്വാളിഫിക്കേഷൻ ഡിഗ്രിയിൽ മോഡേൺ മെഡിസിൻ ആണ് പറയുന്നത്. മെഡിക്കൽ പോസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിനും എക്സ്പീരിയൻസ് 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. എല്ലാ കോഴ്സിനും എക്സ്പീരിയൻസ് പറയുന്നു. എല്ലാ ജോബിനും എക്സ്പീരിയൻസ് അവർ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അതിനും ഡിഗ്രി പറഞ്ഞിട്ടുണ്ട്. അതിനും 63 വയസ്സ് വരെയാണ് പറയുന്നത്. അതിന് സാലറി 78,000 രൂപയാണ്. അത് 1 year പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് വരുന്നുണ്ട്. പിന്നെ അസിസ്റ്റന്റ് ക്വാളിറ്റി അഷുറൻസ് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അതിന് ക്വാളിഫിക്കേഷൻ MHA ഓർ MSc ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ആണ് പറയുന്നത്. ഏജ് ലിമിറ്റ് 40 year ആണ്. ഇപ്പൊ ഒട്ടേറെ വേക്കൻസി വന്നിട്ടുണ്ട്. ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പറഞ്ഞിട്ട് ക്വാളിഫിക്കേഷൻ +2 ഓർ VHSL വിത്ത് ബയോളജി പ്ലസ് ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സസ് പറഞ്ഞിട്ടുണ്ട്. അതിന് രജിസ്ട്രേഷൻ പറഞ്ഞിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 40 വരെയാണ്. അതിന്റെ സാലറി 17,000 രൂപയാണ്. 1 year അതിനും എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പിന്നെ ക്ലിനിക്കൽ ഫിസിയോളജിസ്റ്റ് ആണ് പറയുന്നത്. അതിന് ക്വാളിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം. ഈ സാലറി അത് 36,000 രൂപ വരെയുണ്ട്. അപ്പം ഇത് കെയർഫുൾ ആയിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഒട്ടേറെ ഒഴിവുകളാണ് ഗവൺമെന്റ് വേക്കൻസിയിലേക്ക് വന്നത്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 12/5/2025 10:30 വരെയാണ് പറയുന്നത്. വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ.